ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈനംദിന അപ്പം എന്ന അനുദിന വചനചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് 2 യുദ്ധക്കളങ്ങൾ എന്ന വിഷയത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങളെ നമുക്ക് ചിന്തിക്കാം. അതിനാധാരമായ ഒരു വാക്യം വായിക്കാം. ഗലാത്യർ 5-ാം അധ്യായം 17-18 വാക്യങ്ങൾ. ജഡാഭിലാഷം ആത്മാവിനും ആത്മാഭിലാഷം ജഡത്തിനും വിരോധമായിരിക്കുന്നു. നിങ്ങൾ ഇച്ഛിക്കുന്നത് ചെയ്യാതെ വണ്ണം അവ തമ്മിൽ പ്രതികൂലമല്ലോ. ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നു എങ്കിൽ നിങ്ങൾ ന്യായപ്രമാണത്തിന് കീഴിലുള്ളവരല്ല. ഓരോ മനുഷ്യന്റെയും ഉള്ളിൽ 2 ശക്തികൾ നിരന്തരം പോരാടുന്നു. ഒന്ന് ജഡീക മോഹത്തിന്റെ ശക്തിയാണ്, മറ്റൊന്ന് ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തിയും. മാത്രമല്ല, അവർ എപ്പോഴും പരസ്പരം എതിരാണ്. ഓരോ ദൈവമക്കളുടെ ഉള്ളിലും 2 ശക്തികളുടെ നിരന്തരമായ പോരാട്ടമുണ്ട്. ഒന്ന് ആദാമിന്റെ അനുസരണക്കേടിന്റെ സ്വഭാവമാണ്, മറ്റൊന്ന് 2-ാം ആദാമായ ക്രിസ്തുവിന്റെ അനുസരണത്തിന്റെ സ്വഭാവവും. ആദാമിന്റെ അനുസരണക്കേട് പരാജയത്തിലേക്ക് നയിക്കുന്നു, അതേസമയം ക്രിസ്തുവിന്റെ സ്വഭാവം വിജയത്തിലേക്കും നയിക്കുന്നു. അബ്രഹാമിലൂടെ 2 സന്തതികൾ ഉണ്ടായി. ഒന്ന് ജഡീക സന്തതിയായിരുന്നു, മറ്റൊന്ന് ആത്മീക സന്തതിയും. ആദ്യത്തേത് ഇശ്മായേലായിരുന്നു, ഹാഗാർ എന്ന അടിമ പെൺകുട്ടിയുടെ മകൻ. മറ്റൊരാൾ ഇസഹാക്കായിരുന്നു, സാറയ്ക്ക് ദൈവം നൽകിയ വാഗ്ദത്തത്തിന്റെ സ്വതന്ത്ര പുത്രൻ. ഇശ്മായേലിന്റെ ജനനത്തിന് മുൻപ് തന്നെ അവനൊരു ദുഷ്ടനായിരിക്കുമെന്നും അവന്റെ കൈ എല്ലാവരുടെയും കൈക്കെതിരായിരിക്കുമെന്നും ദൈവം പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ ഇസഹാക്കിനെ കുറിച്ച് വാഗ്ദത്ത പുത്രനായ ഇസഹാക്ക് താനൊരു ഉടമ്പടി ചെയ്യുമെന്നും അവനിലൂടെ ഭൂമിയിലെ എല്ലാ ജനതകളും അനുഗ്രഹിക്കപ്പെടുമെന്നും ദൈവം മുൻകൂട്ടി പറഞ്ഞു. അബ്രഹാമിന്റെ 2 പുത്രന്മാർ ഓരോ മനുഷ്യനിലുമുള്ള 2 സ്വഭാവങ്ങളുമായി പൊരുത്തപ്പെടുന്നു. മാംസവും ആത്മാവും പരസ്പരം യുദ്ധം ചെയ്യുന്നു. ഇവ 2 വ്യത്യസ്ത നിയമങ്ങളെ പ്രതിനിധീകരിക്കുന്നു. അപ്പോസ്തലനായ പൗലോസ് എഴുതുന്നു, എന്തെന്നാൽ ഉള്ളിലുള്ള മനുഷ്യനനുസരിച്ച് ദൈവത്തിന്റെ നിയമത്തിൽ ഞാൻ ആനന്ദിക്കുന്നു. എന്നാൽ എന്റെ അവയവങ്ങളിൽ മറ്റൊരു നിയമം ഞാൻ കാണുന്നു. എന്റെ മനസ്സിന്റെ നിയമത്തിനെതിരെ പോരാടുകയും എന്റെ പാപത്തിന്റെ നിയമത്തിലേക്ക് എന്നെ അടിമകളാക്കുകയും ചെയ്യുന്ന അംഗങ്ങൾ എന്ന്. ഇത് റോമർ 7-ാം അധ്യായം 22-23 വാക്യങ്ങളിൽ നമുക്ക് വ്യക്തമായി കാണാൻ സാധിക്കും. ഈ പാപനിയമത്തിൽ നിന്ന് ഒരാൾക്ക് എങ്ങനെ മോചനം ലഭിക്കും? ഈ ചോദ്യത്തിനുള്ള ഉത്തരം റോമാപുസ്തകം 8-ാം അധ്യായത്തിലുടനീളം നമുക്ക് കണ്ടെത്താനാകും. അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, ക്രിസ്തുവിലുള്ള ജീവാത്മാവിന്റെ നിയമം എന്നെ പാപത്തിന്റെയും മരണത്തിന്റെയും നിയമത്തിൽ നിന്ന് സ്വതന്ത്രനാക്കി എന്ന്. ഇത് റോമർ 8-ാം അധ്യായം 2-ാം വാക്യത്തിൽ കാണാൻ സാധിക്കും. തീർച്ചയായും ആത്മാവിന്റെ നിയമം പാപത്തിന്റെയും മരണത്തിന്റെയും നിയമത്തിൽ നിന്ന് നമ്മെ മോചിപ്പിക്കുന്നു. നമ്മുടെ ആത്മീയ പോരാട്ടങ്ങളിൽ വിജയിക്കുന്നതിനും വിജയകരമായ ജീവിതം നയിക്കുന്നതിനും നമുക്ക് ക്രിസ്തുവേശുവിലുള്ള ജീവാത്മാവിന്റെ നിയമം അത്യാവശ്യമാണ്. എന്നാൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിന്റെ ശക്തി, യേശുവിന്റെ രക്തം, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ജഡത്തെ കീഴടക്കാനും ജീവിതത്തിൽ വിജയികളാകാനും നമ്മെ സഹായിക്കുന്നു. ദൈവമക്കളെ, ജഡത്തിന്റെ ശക്തിയെ ജയിച്ച് വിശുദ്ധ ജീവിതം നയിക്കുക. പ്രാർത്ഥനാ നിർഭരമായ ജീവിതത്തിലൂടെ വിജയിക്കൂ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കൂടുതൽ ധ്യാനത്തിനുള്ള വാക്യം യോഹന്നാൻ 8-ാം അധ്യായം 36-ാം വാക്യം. പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയതാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാകും. ഇന്നത്തെ ബൈബിൾ വായന രാവിലെ യെഹെസ്കേൽ 37, 38, 39 അധ്യായങ്ങൾ, വൈകുന്നേരം 2 പത്രോസ് 2-ാം അധ്യായം. ആമേൻ.